Assalamualaikum, Namaskaram and welcome back to my channel. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 4 കേക്കിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ട്ടോ. ഒറ്റ ദിവസം വന്നിട്ടുള്ള 4 കേക്കിന്റെ ഓർഡർ. ഇപ്പോൾ ഈ കാണുന്ന 2 കേക്കും നമ്മുടെ ന്യൂട്ടെല്ല ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അതിന്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു 4 മണിക്ക് വിളിച്ചിട്ടാണ് നമുക്ക് ഒരു കേക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അതും കേക്കിനുള്ളിൽ ഒരു സർപ്രൈസ് ഒളിപ്പിക്കാനായിട്ട്. അപ്പോൾ നോമ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനാണെങ്കിലോ അടുക്കളയ്ക്ക് നമ്മളെ നോമ്പിൻ്റെ പരിപാടിക്ക് വേണ്ടി കയറിയ ടൈമിലാണ് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ പറഞ്ഞ ഇതിൽ ഞാൻ വേഗം കേക്ക് ഓർഡർ എടുക്കുകയും ചെയ്തു. ഓർഡർ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കുമ്പോഴാണ് ഇതേ വരുന്നു നെക്സ്റ്റ് ഓർഡർ. അത് ഇക്കാടെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സർപ്രൈസ് കേക്ക്. അതുപോലെ മറ്റേതാണ് ബർത്ത്ഡേ. ഇത് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ ബർത്ത്ഡേ. ഈ ഒരു കേക്കാണ് ബർത്ത്ഡേൻ്റെ കേക്ക്. ഇത് രണ്ടും ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്താണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ 1 kg റെഡ് വെൽവെറ്റ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. 1 kg 2 kg അതുപോലെ 4 kg ഒക്കെ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് നമുക്കൊരു 10 മണിക്കൊക്കെയാണ് ഡെലിവറി ചെയ്യേണ്ടത്. എങ്കിൽ കൂടി ഞാനിത് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഈ ഒരു കേക്കിനെ ബേക്ക് ചെയ്തെടുത്തിട്ട് ഈ ഒരു കേക്കിനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചെങ്കിലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആ സർപ്രൈസിനെ നന്നായിട്ട് വെക്കാൻ പറ്റുള്ളൂ, കട്ട് ചെയ്ത് ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു കേക്കിനെയാണ് ഫസ്റ്റ് ചൂട് കൊടുക്കുക തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല സ്പീഡിലായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ട് മറ്റേ കേക്കിനെ ഞാൻ ബ്ലൂബെറി കേക്കാണ് നെക്സ്റ്റ് കേക്ക്. അപ്പോൾ അത് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഓർഡർ തന്നിട്ടുള്ളത് നമുക്ക് മുന്നേയൊക്കെ ഓർഡർ തരാറുള്ള നമ്മളെ ആയിഷ ജൻഹയാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയായിട്ടുള്ള ആളാണ് നമുക്ക് ഈ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്കിനെ പെട്ടെന്ന് ഓർഡർ എടുക്കുകയും ചെയ്തത്. അതുപോലെ സർപ്രൈസ് കേക്കൊക്കെ നമുക്ക് വല്ലപ്പോഴല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചു തരാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞാൻ ചൂട് കൊടുക്കുക തന്നെ നമ്മളെ കേക്കിനെ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 കേക്കും ബേക്ക് ചെയ്യാൻ വെച്ച ആ സമയം കൊണ്ട് ഞാൻ അവിടെ സ്നാക്സ് റെഡിയാക്കിയും ജ്യൂസ് അടിക്കുകയും ഒക്കെ റെഡിയാക്കി വെക്കണമുണ്ടായിരുന്നു കേട്ടോ. അവിൽ മിൽക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു 2 kg ബോർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഡിസൈനും കൂടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് കാണിക്കുന്നത്. കൂടുതൽ ഫിനിഷിംഗ് ഒന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻ ചെയ്തെടുക്കാം. അങ്ങനെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്രീം ചീസൊന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് മാത്രമാണ് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് കേക്ക് വരുന്ന ടൈമിൽ നമ്മളെ കയ്യിൽ ഷുഗർ സിറപ്പൊക്കെ തണുത്തത് റെഡി ആയിട്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഓൾറെഡി കേക്ക്സ് ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഷുഗർ സിറപ്പ് അതുപോലെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കാൻ പറ്റും. 2 മണിക്കൂർ കൊണ്ട് തന്നെ കേക്ക് റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചൂടാറാനായിട്ട് 3 ലെയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം കേക്ക് ചൂടാറായിട്ട് കിട്ടും. അപ്പോൾ അതാ ഞാനിത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് ഷേപ്പിലുള്ളതല്ലേ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ക്രം കോട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഈ ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീനാക്കി ലെവൽ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മളെ ബ്ലൂബെറി കേക്ക് ഉണ്ടല്ലോ അതൊന്ന് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം. ഈ കേക്കിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ തന്നെ ഞാൻ ബ്ലൂബെറി കേക്കിനെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 56,000 ആളുകൾ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് നല്ല ഓടിയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പം അത്രയും ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. ബ്ലൂബെറിയുടെ 1 kg നല്ലൊരു റെസിപ്പിയാണത്. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്തു. പിന്നെ ക്രീം വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ബ്ലൂബെറി ക്രഷാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കേക്ക് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേക്കാണ് കേട്ടോ 8 മണിയാകുമ്പോഴേക്കും കൊടുക്കേണ്ടത്. ഫസ്റ്റ് കൊടുക്കേണ്ടത് ഈ കേക്കാണ്. സർപ്രൈസ് കേക്കാണ്. ഒരു 10 മണിക്ക് അവർക്കൊരു 12 മണിയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സർപ്രൈസ് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ പിറ്റത്തെ ദിവസം നോമ്പായത് കാരണം ആ ഒരു 12 മണിക്ക് തന്നെ കട്ട് ചെയ്യാനായിരുന്നു തോന്നുന്നുണ്ട് അവർക്ക്. അപ്പോൾ ഇതാ നമ്മൾ ബ്ലൂബെറി ക്രഷ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ കൊടുക്കുന്നത്.
അപ്പോൾ ഇതിൽ ചെയ്യുന്ന ഈ ഒരു കേക്കിൻ്റെ ഡിസൈനും തന്നെ സിമ്പിളായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫിനിഷിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു കേക്ക് വന്നാൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ ഞാൻ ഇതിലും ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ അതാ ഞാൻ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 ലെയറും ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിത് ക്രം കോട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്കൊന്നും വെക്കണില്ല കേട്ടോ, നേരെ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുവരെ മറ്റേ കേക്ക് അവിടെ റെസ്റ്റിങ്ങിലാണ്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ബാങ്ക് കൊടുക്കുന്ന സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടേബിളിൽ നിന്നിട്ട് തന്നെയാണ് എൻ്റെ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഫ്രിഡ്ജിലേക്കൊന്നും വെക്കാൻ നിന്നിട്ടില്ല. ഈ ഒരു കേക്കല്ലേ ഫസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ തന്നെ ഫുള്ളായിട്ട് തന്നെ അങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തു. അങ്ങനെ സെക്കൻഡ് കോട്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ക്രം കോട്ട് കഴിഞ്ഞ് സെക്കൻഡ് കോട്ടും കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫിനിഷ് ചെയ്തതിൻ്റെ അടുത്ത് ശേഷം ഞാനിതാ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഓയിൽ ബ്രഷ് ചെയ്യാനോ അതുപോലെ ഷുഗർ സിറപ്പൊക്കെ കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ ബ്രഷ് യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഷുഗർ സിറപ്പ് ആ ബോട്ടിൽ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ഞാൻ ഓയിൽ നമ്മൾ പാത്രത്തിലാക്കിയിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ബ്രഷിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ താഴെന്ന് മുകളിലോട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേക്ക്. ഇത്രയും ഫിനിഷിങ് വേണമെന്നൊന്നുമില്ല ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ. ഇതുപോലെയും അതുപോലെ നമുക്ക് നീളത്തിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഈ ഒരു കേക്കിനെ കവർ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ ലൈനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ക്ലിയർ ഒന്നുമില്ല കേട്ടോ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഭയങ്കര ടെൻഷനായിട്ടാണ് രണ്ടും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി സെയിം ഈ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലും ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രഷ് അല്ല കേട്ടോ ഞാൻ തിരിക്കുന്നത്, നമ്മൾ ടേൺ ടേബിൾ ഉണ്ടല്ലോ ആ ടേൺ ടേബിൾ തിരിച്ചു കൊടുത്താൽ മതി. ബ്രഷ് അതേ ഭാഗത്തിന് ഇരുന്നോട്ടെ. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇങ്ങനെ ഒരു ഡെക്കറേഷനായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു ലൈലാക്ക് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പർപ്പിൾ ആ ഒരു കളറിലുള്ളതാണ്, കളർ മിസ്റ്റിൻ്റെയാണ്. അപ്പോൾ ഇനി ഇതുപോലെ റോസ് വരയ്ക്കുകയാണ് കേട്ടോ. പക്ഷേ ക്യാമറയിൽ കാണാത്തൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കലും ഫ്ലവർ വരയ്ക്കലും ഒക്കെ ഒന്നും നടക്കില്ല. അപ്പോൾ ഒരു റോസ് ഫ്ലവറാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഡെക്കറേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു 3 ഫ്ലവർ ഉണ്ടാക്കിയിട്ട് കേക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ക്രീമിലേക്ക് ലൈലാക്ക് എന്നുള്ള ഈ ഒരു കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കളറാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഇനി ഒരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് നമുക്ക് കേക്കിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ വെക്കണമൊന്നും കാണുന്നില്ല. അതിന് ശേഷം കേട്ടോ ഞാൻ ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ വീണ്ടും ഫ്ലവർ വരയ്ക്കുകയാണ്. ഫ്ലവർ വരയ്ക്കണൊക്കെ വീഡിയോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ ഇത് കാണുന്നില്ല എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ഇതാ 3 ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്, 3 റോസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ബോർഡറും കൂടി ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം നോസിൽ തന്നെ കേട്ടോ. അപ്പോൾ നോസിൽ നമ്മളെ പെറ്റൽ നോസിൽ തന്നെ ചെറുത്, നമ്പർ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. റോസ് പെറ്റൽ വരയ്ക്കണ നോസിലാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ബ്ലൂബെറി കേക്കിനെ ഫ്രീസറിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് റെഡിയായി സെറ്റായി എടുക്കണമല്ലോ. അപ്പോൾ അതാ ഇനിയുള്ള സർപ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു ഗോൾഡ് റിംഗ് ആണ് കേട്ടോ. ഈ റിംഗാണ് നമുക്ക് ആ കേക്കിനുള്ളിലേക്ക് വെക്കേണ്ടത്. അപ്പോൾ ഇത് ഡയറക്റ്റ് വെക്കണ്ട, നമ്മൾ ഇത് ഫുഡാണല്ലോ, കഴിക്കുന്ന ഐറ്റം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ക്ലിങ് ഫിലിം വെച്ചിട്ട് ഈ ഒരു ബോക്സ് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ, ആ ഒരു കേക്കിനെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കാം. ഇനിതാ ഞാൻ കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് തന്നെ കിട്ടിക്കോട്ടെ എന്ന്, ഹെഡ് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ കേക്ക് കട്ട് ചെയ്യൽ എവിടെയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഒരു മോതിരം വെച്ച് കൊടുത്തിട്ടുണ്ട്, ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലൊന്ന് അതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു സൈസിൽ വേണം നമ്മളെ കേക്കിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ വീഡിയോ ഒക്കെ ഒന്നും നോക്കണുണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ കേക്കിലേക്കായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകുമൊന്നുമില്ല. മറ്റേതൊന്നും സെറ്റായിട്ടുണ്ടാവില്ലല്ലോ നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ. അതാണ് ഞാൻ ഇനി നേരെ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രമിച്ചത്. എന്നിട്ടിതാ നമുക്കിതിൻ്റെ ഫസ്റ്റത്തെ ലെയർ ഒന്ന് എടുത്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ എടുത്താൽ എന്തായാലും താഴ്ന്നു പോവില്ല, അപ്പോൾ സെക്കൻഡ് ലെയറിനെ എടുക്കേണ്ടി വരും.
അപ്പോൾ ഇത്തരത്തിലൊക്കെ സർപ്രൈസ് കൊടുക്കുമ്പോഴും അതുപോലെ ഇത് കിട്ടുന്നവർക്കും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ. എല്ലാവർക്കും ആർക്കും സർപ്രൈസ് ഒന്നും ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഇഷ്ടമാവും ഇതുപോലെ. അവർ ആദ്യം ഒരു കേക്കിനാവും പെട്ടെന്ന് കാണാം, അപ്പോൾ കേക്ക് തന്നെ അവർക്കൊരു സന്തോഷമാവും. അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സർപ്രൈസും കൂടി ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും ആ ഒരു സന്തോഷം. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത്തരത്തിലുള്ള കേക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ എനിക്കിതുവരെ ഒന്നും ഓർഡർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഓർഡർ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. നമുക്കും ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമ്മുടെ പ്രേക്ഷകർക്കും കൂടി കാണിച്ചു കൊടുക്കാമല്ലോ, ഇങ്ങനെ ഇത്തരത്തിലൊക്കെ സർപ്രൈസ് കൊടുക്കുക. അപ്പോൾ ഇനി ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കണമെങ്കിൽ തന്നെ ഈ ഒരു വീഡിയോ കണ്ടാലും നിങ്ങൾക്കും തോന്നില്ലേ നാളെ എനിക്കും ഇതുപോലൊരു സർപ്രൈസ് ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും കിട്ടുന്നവർക്കൊക്കെ. അപ്പോൾ ഞാനിതിൻ്റെ രണ്ടാമത്തെ ആ ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. താഴത്തെ ലെയർ എടുത്തിട്ടില്ല കേട്ടോ, അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ 2 പീസാണ് ഞാനിപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളെ എന്താ പറയുക ബോക്സ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ ചോക്ലേറ്റൊക്കെ ഇട്ടിട്ടുള്ളതായിരുന്നു. അപ്പം ബോക്സ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലെയർ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇനി മുകളിലത്തെ ലെയർ നമ്മൾ അതേപടി അങ്ങോട്ട് തന്നെ തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതുപോലെ എന്താ പറയുക റെഡ് വെൽവെറ്റൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ക്രംസ് ഒക്കെ അവിടെയും ഇവിടെയൊക്കെ ആവും. എന്നാലും കുഴപ്പമില്ല. ഇത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ക്രീമൊക്കെ അവിടെ അപ്ലൈ ചെയ്തെടുത്തിട്ട് ഒന്നും കൂടി അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ക്രീം ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ക്രംസ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, എന്നാലുമില്ല കുഴപ്പമില്ല. നമ്മൾ ഇനി ഒരു കോട്ടും കൂടി ക്രീം ചെയ്യുന്നുണ്ടല്ലോ. ഇനി കാണാത്ത രീതിയിൽ പൊങ്ങി നിൽക്കൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ളിലത്തെ ലെയർ നിങ്ങൾ ഒന്നുകൂടി എടുത്തു കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തന്നെ അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം ഇരിക്കുന്നതേ അറിയില്ല. ഇനി നമുക്ക് ഒരു ക്രീമും കൂടി കോട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല കട്ടിക്ക് തന്നെ സെക്കൻഡ് കോട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രീം ആദ്യമേ അടിച്ച് വെച്ചിട്ട് ഞാൻ നമ്മൾ നമസ്കരിക്കാനൊക്കെ പോയത് കാരണം തന്നെ ഇത് കുറച്ചൊന്ന് കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഇത്തിരി പാടുണ്ടായിരുന്നു ഇതിനൊന്ന് ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ സെക്കൻഡ് കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലേക്കൊന്നും വെക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കുക. നല്ല ഹെഡ് ഷേപ്പ് ആയതുകൊണ്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക നമുക്ക്. അപ്പോൾ ഇതാ എൻ്റെ കേക്ക് ഞാൻ നന്നായിട്ട് തന്നെ ഇവിടെ ഫിനിഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പാലനൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇനി ഇതിൻ്റെ ഡെക്കറേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ഒരു സൈഡ് ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഒരു ഡെക്കറേഷൻ വരുന്നത് നിങ്ങൾക്ക് കാണട്ടെ, ഒരു മാർബിൾ ടച്ചൊക്കെ വരുന്ന പോലെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ്. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ കാണാട്ടെ. ഞാനിപ്പോൾ ക്യാമറയിലേക്ക് നോക്കണില്ല, ഞാൻ എൻ്റെ കേക്കിലേക്കാണ് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കേക്കിൻ്റെ ക്രീം കുറച്ചൊന്ന് ഹാർഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ആ ക്രീം ചെയ്ത പാടെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കേക്കിൽ ടച്ച് ചെയ്തിട്ട് വലിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്പാച്ചില ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് തുടച്ച് കളയണം കേട്ടോ. എന്നിട്ട് വേണം വീണ്ടും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഓയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട്, ഇതിപ്പോൾ ദാ ഇങ്ങനെ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സർപ്രൈസ് ഇരിക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും മനസ്സിലാവോ? ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഇനി ഈ ഒരു ഡെക്കറേഷൻ തന്നെ ഞാൻ മുകളിലും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് തന്നെ ടച്ച് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് വിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ്. അതുപോലെ പെട്ടെന്നിട്ട് കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഫുള്ളായിട്ട് കേക്കിൽ ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്കും ഒരു 3 റോസ് ഫ്ലവറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ആനിവേഴ്സറി ഒക്കെ അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ റോസ് ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വൈറ്റ് ക്രീമിലേക്ക് മാജിക് റെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ 3 ഫ്ലവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേക്ക് ഇതാ അവിടെ ഫുള്ളായിട്ട് തന്നെ ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു വീഡിയോ ഞാൻ കസ്റ്റമറുടെ അടുത്ത് ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞാൻ നിങ്ങൾക്കും കൂടെ ആ ഒരു എക്സ്പ്രഷൻ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ആ വീഡിയോ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലൊക്കെ നിങ്ങൾക്ക് ഓർഡേഴ്സ് വരുമ്പം ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ പുതുതായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.